RSS നേതാവിന് തൃശൂരിൽ പ്രത്യേക വോട്ടർ ID കാർഡ്. ആലത്തൂർ മണ്ഡലത്തിലെ RSS നേതാവിനും ഭാര്യയ്ക്കുമാണ് തൃശൂരിൽ വേറെ തിരിച്ചറിയൽ കാർഡുള്ളത്. ഭാരതീയ വിചാര കേന്ദ്ര മുൻ ഭാരവാഹി KR ഷാജിക്കാണ് 2 തിരിച്ചറിയൽ കാർഡുള്ളത്. 2 നമ്പറുകളിൽ വോട്ടർ തിരിച്ചറിയൽ കാർഡും വോട്ടും ഉണ്ടാകുന്നത് ഗുരുതര കുറ്റകൃത്യമാകുമ്പോഴാണ് RSS നേതാവിന് 2 ID കാർഡ് കണ്ടെത്തിയത്. മീഡിയ വൺ ഇൻവെസ്റ്റിഗേഷൻ. രണ്ട് സ്ഥലത്ത് വോട്ടുള്ളതിനാലാണ് 2 ID കാർഡ് ലഭിച്ചത് എന്ന് RSS നേതാവ് KR ഷാജി മീഡിയ വണിനോട്. സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാനാണ് തൃശൂരിൽ വോട്ട് ചേർത്തത്, എന്നാൽ വോട്ട് ചെയ്യാനായില്ല. താനായിട്ട് 2 തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കിയിട്ടില്ല. 2 ID കാർഡ് ഉണ്ടാക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് അറിയില്ലെന്നും ഷാജി മീഡിയ വണിനോട് പറഞ്ഞു. രണ്ട് സ്ഥലത്ത് വോട്ട് സ്വാഭാവികമായിട്ടും 2 ID കാർഡ് വരില്ലോ? ഇല്ല, വരില്ല. അതിപ്പോ ഇലക്ഷൻ കമ്മീഷണറൊന്ന് ചോദിക്കേണ്ടി വരും, എനിക്കറിയില്ല. ഞാൻ ഉണ്ടാക്കിയതല്ല എന്തായാലും. സുഹൃത്തെ, ഞാൻ മറ്റേ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യണമെന്നുള്ള മോഹം കൊണ്ട് തന്നെയാണ് തൃശ്ശൂർ താമസിക്കുന്ന സമയത്ത് അവിടെ വോട്ടാക്കി. എന്തായാലും ഇപ്പോ നിയമം അനുശാസിക്കുന്ന 2 വോട്ട് എനിക്ക് 2 സ്ഥലത്തുണ്ട്. അതിൽ 2 സ്ഥലത്ത് വോട്ട് ചെയ്താൽ ഞാനൊരു ക്രിമിനൽ കുറ്റം ചെയ്തു. ഞാൻ ചെയ്തിരിക്കുന്നത് ആലത്തൂരാണ്. 2 സ്ഥലത്ത് വോട്ടുണ്ടെങ്കിൽ 2 ID കാർഡ് ഉണ്ടാവും. അത് ആ വോട്ടർ പട്ടികയുടെ സാധനം തന്നെയാണല്ലോ, ഡീറ്റെയിൽ തന്നെയാണല്ലോ. എന്തായാലും ഇപ്പൊ ഞാൻ ഉണ്ടാക്കിയതല്ല, എനിക്ക് അതിന്റെ സാങ്കേതിക വിദ്യ അറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ മാറട്ടെ. മൊത്തം ഓൾ ഇന്ത്യ ലെവലിൽ വലിയൊരു മാറ്റത്തിന് ഇത് കാരണം ഞാനൊരു നിമിത്തമാവുകയാണെങ്കിൽ ഏറ്റവും നല്ലതല്ലേ. ഞാൻ എന്തായാലും ഇങ്ങനെ ഒരു നിയമവിരുദ്ധമായ കാര്യങ്ങൾക്ക് കൂട്ടി നിൽക്കാനോ ഉദ്ദേശിച്ചില്ല. എന്തായാലും ഇതിന്റെ സുഹൃത്തായിട്ടൊന്നും ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്നില്ല. അതൊക്കെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഒക്കെ അവർക്ക് വോട്ട്, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിയമവിരുദ്ധമായിട്ട് വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ള ആത്മവിശ്വാസമാണ് എന്നെ നിലനിർത്തുന്ന ഘടകം. ഞാൻ 2 വോട്ട് ചെയ്തിട്ടില്ല, 1 വോട്ട് ചെയ്തു. എന്റെ ഇലക്ഷൻ കാർഡ് കൊടുത്തിട്ടാണ് ഞാൻ ചേഞ്ച് ചെയ്യാൻ കൂടുതൽ മറ്റേ വോട്ട് പുതിയതായിട്ട് വോട്ട് ചേർത്തത്. സ്വാഭാവികമായിട്ടും അത് മാറുമെന്നാണ് ഞാൻ ധരിച്ചത്. മാറിയില്ല എന്നുള്ളത് എനിക്ക് ബോധ്യമായതുകൊണ്ടാണല്ലോ ഞാൻ എന്റെ പഴയ സ്ഥലത്ത് തന്നെ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു, അവരും കൂടി വോട്ടുന്നത് കണ്ടപ്പോ പിന്നെ തൃശ്ശൂർ പോകണ്ടെന്ന് തീരുമാനിച്ചു. എന്റെ അമ്മയും കൂടി വന്നിട്ടെങ്കിൽ ഞാൻ പെട്ടുപോയിരുന്നു. അമ്മേനെയും വിളിച്ചതാണ്. അങ്ങനെ പിന്നെ ഞാൻ ഇപ്പൊ വോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും തൃശ്ശൂര്. അപ്പൊ പെട്ടുപോയിരുന്നു ഞാൻ. നിങ്ങളുടെ മുന്നിൽ ഉത്തരവില്ലാതെ ഞാൻ പ്രതിസന്ധിയിലായിരുന്നു. സാജിദ്, നിയമവിരുദ്ധമായ ഒരു പ്രവർത്തനങ്ങൾക്കും താൻ കൂട്ടുനിന്നിട്ടില്ല എന്നാണ് KR ഷാജി പറയുന്നത്. അദ്ദേഹം പറയുന്നുണ്ട് ഈ 2 വോട്ടർ ID കാർഡ് വയ്ക്കുന്നത് ഒരു കുറ്റകൃത്യമാണെന്ന് പോലും അദ്ദേഹത്തിന് അറിഞ്ഞൂടാന്ന്. അതൊട്ടും നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇത് ഈ ലോക്സഭാ ഇലക്ഷൻ കാലത്ത് അദ്ദേഹം 2 വോട്ടർ ID കൈപ്പറ്റിയെന്നാണ്. ഇത് എങ്ങനെ സംഭവിച്ചു? ഒരെണ്ണം വ്യാജമായി നിർമ്മിച്ചതാണോ? ഈ വ്യാജമായി ഈ ഷാജി തന്നെ നിർമ്മിച്ചതാണോ എന്നുള്ളത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഒരാൾക്ക് ഒരു നമ്പറിൽ ഒരു എപ്പിക് നമ്പറിലുള്ള ID കാർഡ് മാത്രമാണ് ഉണ്ടാകാൻ പാടുള്ളൂ എന്നുള്ളതാണ് നിയമം. കാരണം ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് ദിവ്യയ്ക്ക് നാളെ ഡൽഹിയിലേക്ക് ട്രാൻസ്ഫർ ലഭിക്കുകയാണെങ്കിൽ അവിടെ 1 വർഷമൊക്കെ താമസിച്ചു കഴിഞ്ഞാൽ ഡൽഹിയിലേക്ക് വോട്ട് മാറ്റാം. അപ്പോൾ അവിടെ ഉള്ള ഈ അഡ്രസ്സിൽ മാത്രമാണ് മാറ്റം വരിക. ആ എപ്പിക് നമ്പർ എവിടെയാണോ ഉള്ളത് ആ എപ്പിക് നമ്പർ തന്നെയാണ് ഉണ്ടാവുക. പക്ഷേ ഈ ഷാജിയുടെയും ഭാര്യ ദീപ്തിയുടെയും കാര്യത്തിൽ ആലത്തൂർ മണ്ഡലത്തിലെ അവരുടെ നാട്ടിൽ ഒരു ID കാർഡും തൃശ്ശൂരേക്ക് വരുമ്പോൾ അഡ്രസ്സിൽ മാത്രമല്ല മാറ്റം വരുന്നത്, ID കാർഡിന്റെ നമ്പറിൽ തന്നെ മാറുകയാണ്. അത് 2 ID കാർഡാണ്. അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ താൻ അങ്ങനെ ഈ നിയമവിരുദ്ധമായ ID കാർഡ് നിർമ്മിച്ചിട്ടില്ല, 2 സ്ഥലത്ത് വോട്ടുള്ളത് കൊണ്ടായിരിക്കാം 2 ID കാർഡ് എന്നൊക്കെ പറഞ്ഞൊഴിയുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കട്ടെ തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും വളരെ ഗുരുതരമായ കാര്യമാണ് ഇത്. ഈ ഷാജിയുടെ കാര്യത്തിൽ മാത്രം ഒറ്റപ്പെട്ട കാര്യമാണോ അതോ കൂടുതൽ പേര് ഇത്തരം ഈ വ്യാജമായ ID കാർഡ് നിർമ്മിച്ചിട്ടുണ്ടോ എന്നുള്ളത് കൂടി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. വളരെ ഗൗരവമുള്ള കാര്യമാണ്. 2 സ്ഥലത്ത് വോട്ട് എന്നുള്ളത് പോലെ തന്നെ അതിനേക്കാൾ ഗുരുതരമാണ് 2 ID കാർഡ് എന്നുള്ളത്. അത് ഒരു വ്യക്തിക്ക് ID കാർഡ് നഷ്ടപ്പെട്ടാൽ പോലും ഇതേ നമ്പറിലാണ് ഡ്യൂപ്ലിക്കേറ്റ് ID കാർഡ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇഷ്യൂ ചെയ്യാറുള്ളത്. എന്തായാലും വളരെ ഗൗരവമുള്ളൊരു വിഷയം തന്നെയാണ് മീഡിയ വൺ പുറത്ത് കൊണ്ടുവരുന്നത്. ഈ 2 ID കാർഡ് ഉപയോഗിച്ച് 2ഇടത്തും ഷാജിയും ഭാര്യയും വോട്ട് ചെയ്തു എന്നുകൂടി അറിയുന്നുണ്ടോ? അതിലെന്താണ് അദ്ദേഹം പ്രതികരിക്കുന്നത്?
അദ്ദേഹം പറയുന്നത് ഈ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യണമെന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ടാണ് തൃശ്ശൂരിലേക്ക് വോട്ട് ചേർത്തത്. പക്ഷേ അത് അമ്മയ്ക്ക് തൃശ്ശൂരേക്ക് വരാൻ സാധിച്ചില്ല, അതുകൊണ്ട് ആലത്തൂരിൽ തന്നെ വോട്ട് ചെയ്തു എന്നുള്ളതാണ്. അതായത് അദ്ദേഹത്തിന് 2 സ്ഥലത്തും വോട്ടുണ്ടായിരുന്നു, അദ്ദേഹം ആലത്തൂരിൽ മാത്രമാണ് വോട്ട് ചെയ്തത് എന്നാണ് പറയുന്നത്. എന്തായാലും ഈ ഇരട്ട വോട്ട് എന്നുള്ളത് അപൂർവമായി വരാറുണ്ട്. അത് 2 സ്ഥലത്ത് വോട്ട്, അതും നിയമപ്രകാരം വരാൻ പാടില്ല. ഒരു സ്ഥലത്ത് വോട്ടുണ്ടെങ്കിൽ അത് മാറ്റിയ ശേഷം മാത്രമേ മറ്റൊരിടത്ത് വോട്ട് ചേർക്കാൻ കഴിയുള്ളൂ. ഇന്നലെയാണ് സുരേഷ് ഗോപിയുടെ സഹോദരന്റെ കാര്യത്തിൽ കൊല്ലത്തും തൃശ്ശൂരും വോട്ടുള്ള ഒരു വാർത്തകൾ പുറത്തു വന്നത്. ഇത് അങ്ങനെ 2 സ്ഥലത്ത് വോട്ട് എന്നുള്ളതിനപ്പുറം 2 ID കാർഡ് എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ വിശദീകരിക്കുന്നത് ആലത്തൂർ മണ്ഡലത്തിൽ മാത്രമാണ് വോട്ട് ചെയ്തത് എന്നുള്ളതാണ്. ദിവ്യ, അതാണ് ഇരട്ട വോട്ട് തന്നെ വലിയ കുറ്റകൃത്യമാണ്, നിയമലംഘനമാണ്. അതിനിടയിലാണ് 2 ഇലക്ഷൻ ID കാർഡ് കൈവശം വെച്ചിരിക്കുന്നത് എന്നതാണ്. അത് വലിയ കുറ്റകൃത്യം തന്നെയാണ്. നിരവധി വകുപ്പുകൾ പ്രകാരം കേസെടുക്കാവുന്ന ഒരു സംഭവം കൂടിയാണ്.